ദൈവത്തിന് സ്തോത്രം. വചനത്തിന് മുമ്പിലേക്ക് വീണ്ടും കടന്നു വരാൻ നല്ല ഒരവസരം നമുക്ക് തന്നിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 28, 29. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എത്രയെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് ഈ ഭൂമിയിൽ വന്ന കാലത്ത് അവൻ്റെ വചനം കേട്ട് അനേകർ ആകർഷിക്കപ്പെട്ടു. അവരതിശയിച്ചു. ലാവണ്യമുള്ള വാക്ക്, അവിടെ ഹൃദയത്തിന് സമാധാനം കിട്ടി, സന്തോഷം കിട്ടി. അപ്പോൾ ഈ വചനമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു ആഗ്രഹം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. പക്ഷെ അവർക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതെന്നുള്ളവർക്ക് അറിയാൻ പാടില്ല. അവർ കർത്താവിനോട് ധൈര്യമായിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താണ് അതിനുള്ള വഴി? കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം താൻ അയച്ചവനിൽ വിശ്വസിക്കുന്ന അത്രേ. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ് എന്നുള്ള ഒരു വിശ്വാസം, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വിശ്വാസം, പിതാവായ ദൈവം അവനെ ഭൂമിയിലേക്ക് അയച്ചതാണ് എന്നുള്ള വിശ്വാസം, അവനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യവർഗത്തെ രക്ഷിക്കാനാണ്. കാണാതെ പോയ ഇസ്രയേലിലെ ആടിനെ തേടിയാണ് വന്നത്, മനുഷ്യനെ രക്ഷിക്കാനാണ് വന്നത്. തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ, തൻ്റെ യാഗ മരണത്തിൽ കൂടെ ഓരോ മനുഷ്യനെയും നിത്യ നരകത്തിയിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കാനാണെന്നുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവർ, ഇത് അന്നത്തെ കാലത്ത് ജനത്തിന് പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. കാരണം യേശുവിനെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ ഒരു തച്ചൻ്റെ മകനാണ്, മറിയയുടെ മകനാണ്, ഒരു യൗവനക്കാരനാണ്. അവരുടെ റബിമാർ പറയുന്ന പോലൊന്നും അല്ല ഇവൻ പറയുന്നത്. ഇവൻ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, അവർ ചോദിക്കുന്ന ചോദ്യം ദൈവത്തെ പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അവരൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നത്. ന്യായപ്രമാണം ആചരിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനത്തിന് വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ്. പ്രവർത്തിച്ച രക്ഷ പ്രാപിക്കുക അത് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, നല്ല മനോഗുണ പ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, കഴിയാവുന്നിടത്തോളം ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക. അങ്ങനെ പ്രവൃത്തി കൊണ്ട് രക്ഷ പ്രാപിക്കുന്ന കാര്യം മാത്രമേ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ജനത്തിന് അറിയുള്ളൂ. എന്നാൽ വിശ്വസിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നവർക്ക് അവരുടെ മനസ്സിലാകാത്തൊരു കാര്യമാണ്. എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അത് വലിയ വിലപിടിപ്പുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യന് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുക, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചനുസരിക്കാൻ പറ്റുക എന്ന ആ ഒരു കാര്യമാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തു അന്ന് വന്നപ്പോൾ അന്നത്തെ ജനത്തിനത് മനസ്സിലായില്ല. ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇത് തന്നെയാണ് പ്രശ്നം. അവിശ്വാസമാണ് പ്രശ്നം. ഈ 2000 കൊല്ലം കഴിഞ്ഞു യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട്. ഈ 2000 കൊല്ലം കഴിഞ്ഞിട്ടും യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മൾ എത്രമാത്രം അത് ദൈവത്തിൻ്റെ വചനമാണ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്ക് അനുസരിക്കാനുള്ള വചനമാണ്, ഈ വചനം അനുസരിച്ചാൽ മാത്രമേ എനിക്ക് സ്വർഗ്ഗത്തിൽ ചെല്ലാൻ പറ്റുകയുള്ളൂ, ഈ വചനം അനുസരിച്ചാൽ മാത്രമേ എൻ്റെ സ്വഭാവം മാറുകയുള്ളൂ, പുതിയതായി ജനിക്കുന്നില്ലെങ്കിൽ ആരും സ്വർഗരാജ്യം കാണുകയില്ലെന്നാണ് പറഞ്ഞത്. മാനസാന്തരപ്പെടാതെ ആർക്കും സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുകയില്ല. ഈ ജഡത്താൽ ജനിച്ചത് ജഡവും ആത്മാവിനാൽ ജനിച്ചത് ആത്മാവുമാണ്. അപ്പം ജീവിതത്തിൻ്റെ എപ്പോഴെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ആത്മാവിൻ്റെ സ്പർശനം ലഭിക്കണം, ആത്മാവിൻ്റെ ജനനം ലഭിക്കണം. പരിശുദ്ധാത്മാവ് അവനിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവനെ മാറ്റിമറിക്കണം. അവനെ ജഡസ്വഭാവം മാറി ആത്മസ്വഭാവമുള്ളവനായി തീരണം. അതിനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുസരിക്കാനുള്ളതാണ്. ആ വചനം അനുസരിച്ചാൽ മാത്രമേ നമുക്ക് രൂപാന്തരം സംഭവിക്കുകയുള്ളൂ. ആ വചനത്തിൽ കൂടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പൈശാചികമായ എല്ലാ ബന്ധനങ്ങളും നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾക്ക് അവൻ്റെ അതേ പ്രകൃതവും സ്വഭാവമുള്ളവരാക്കി മാറ്റുക എന്നുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഭാഗവാക്കാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ കാലമൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുമോ? അനേകരെ സാധിക്കില്ലെന്നാണ് പറയുന്നത്.
പ്രിയപ്പെട്ടവരെ, മനുഷ്യന് സാധിക്കാത്ത ഒരു കാര്യവും ദൈവം നമ്മളോട് ചെയ്യാൻ പറയില്ല. ഈ വചനം മുഴുവനും അനുസരിക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യന്, സാധാ മനുഷ്യന്. എന്നാൽ ഈ വചനം അനുസരിക്കാനുള്ള സകല കൃപയും, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുമ്പോൾ ഈ വചനം അനുസരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അതിന് വിരുദ്ധമായുള്ള സകല ശക്തികളെയും നമ്മളിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്താണ് ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പഴയ ആ കർത്താവായ യേശു ക്രിസ്തു വന്ന കാലത്ത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അവിടെ 12 വർഷം രക്തവാർച്ചയുള്ളൊരു സ്ത്രീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ വരികയും അവൾ ആ തൊങ്ങലെന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. തൊട്ടാൽ രോഗം മാറുന്ന വിശ്വാസം. അവൾക്ക് വേറെ ഒന്നൊരു വിഷയമല്ല. അവൾ അശുദ്ധയായ സ്ത്രീയാണ്, എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ, അതൊന്നും അവളെ ബാധിച്ചില്ല. ഈ ജനത്തിരക്കിനിടയ്ക്ക് ഞാൻ എങ്ങനെ ചെല്ലും, അതും വിശ്വസിച്ചില്ല. യേശുവിന് മുമ്പിൽ ചെന്നിട്ട് രോഗം മാറണമെന്ന് പ്രാർത്ഥിക്കുക, അത് അവളെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. പക്ഷെ അവളുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, ഇവൻ അസാധ്യമായി യാതൊരു കാര്യമില്ല. എൻ്റെ പ്രശ്നം വളരെ ഗുരുതരമാണെങ്കിലും എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഈ ലോകത്തിൽ ആർക്കും അത് ഭേദമാക്കാൻ പറ്റാത്തതാണെങ്കിലും ഇവന് അതിനുള്ള കഴിവുണ്ട്, ഇവനതിനുള്ള ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഏങ്ങി ഒന്ന് തൊട്ടു. അവൾക്ക് പെട്ടെന്ന് തന്നെ ശക്തി പുറപ്പെട്ട സൗഖ്യമായി. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ ഇത് ആപ്ലിക്കബിൾ ആകുന്നത്, നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? പ്രിയപ്പെട്ടവരെ, നമുക്ക് രോഗമുണ്ട്, ശരീരത്തിൽ രോഗമുണ്ട്, ആത്മാവിലും രോഗമുണ്ട്. ഇത് രണ്ടും ഒരേ ചികിത്സയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽപ്പാദത്തിൽ ചെന്നുകൊണ്ട് നമ്മുടെ രോഗവിവരം പറയുക. ഈ രോഗം എനിക്ക് ശമിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിത്യയാതനാ സ്ഥലത്തെ പോവുകയുള്ളൂ എന്നുള്ള ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം വരുത്താൻ കഴിയുന്ന യേശു ക്രിസ്തുവിനോട് പറയുക, കർത്താവേ, എൻ്റെ രോഗം വളരെ ഗൗരവമുള്ളതാണ്, ആർക്കും ഇത് ഭേദമാക്കാൻ പറ്റുകയില്ല, പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയതാണ്, ഈ രോഗം നീ എനിക്ക് മാറ്റിത്തരണം, ഈ ബന്ധനം നീ എനിക്ക് അഴിച്ചു തരണം, എനിക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കണം, പിശാചിൻ്റെ പിടിയിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കണം. ഈ രോഗം ഒരു പക്ഷേ പിശാചിൻ്റെ ബന്ധനം കൊണ്ടായിരിക്കാം വന്നത്, എനിക്കത് വേണ്ടവണ്ണം അറിയാൻ പാടില്ല. കർത്താവേ, എനിക്ക് സൗഖ്യം തരണം. ആ സ്ത്രീയുടെ വിശ്വാസമാണ്, ആ സ്ത്രീയുടെ അത്യാവശ്യ ബോധമാണ്, ആ സ്ത്രീയുടെ യേശുവിനോടുള്ള ആശ്രയമാണ് സൗഖ്യത്തിൻ്റെ കാരണം. ശക്തി പുറപ്പെട്ടു എന്ന് കർത്താവ് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വിചാരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മൾ ദാഹിച്ചാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും, അത് ഉറപ്പാണ്. അന്നത്തെ കാലത്ത് ആ സ്ത്രീക്ക് സൗഖ്യം കിട്ടിയത് നാം എന്തെല്ലാം കണ്ടാലും ഇന്നത്തെ കാലത്ത് എനിക്കുണ്ടോ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം തൊട്ടാൽ രോഗം മാറുന്ന വിശ്വാസം. രണ്ടാമത്, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ തന്നെ അവിടെ ഒരു 2 കുരുടന്മാരുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആ കുരുടന്മാരുടെ ജന്മന അവർക്ക് കുരുടാണ്, കണ്ണ് കാണാൻ പാടില്ല. ആ കണ്ണ് കാണാൻ പാടില്ല, രോഗത്തിൽ ആർക്കും അത് അവരുടെ കണ്ണ് തുറന്നു കൊടുക്കാൻ സാധ്യമല്ല. പക്ഷേ യേശുവിനെക്കുറിച്ചുള്ള വിവരം അവർ കേട്ടു. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നതാണെന്നുള്ള മനസ്സിലായി. അവന് അസാധ്യമായി യാതൊരു കാര്യമില്ലെന്നറിയാം. അവരുടെ റബിമാരെ പോലെ അല്ല. അവരുടെ റബിമാർ ഉപദേശം കൊടുക്കുമെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ 2 കുരുടർ വന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയി. ദീർഘനേരം പോയി. ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടം വരെ അവൻ ചെന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവരുടെ വിശ്വാസം കണ്ടിട്ട്, യേശുവിലുള്ള വിശ്വാസം കണ്ടിട്ട് അവരുടെ കണ്ണ് തുറന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്? ആത്മീയമായി അന്ധത പിടിച്ചവരാണ് അനേകരും. കണ്ണൊക്കെ ഉണ്ട്, പുറമേ കണ്ണൊക്കെ ഉണ്ട്, പക്ഷേ ആത്മാവിൻ്റെ കാര്യത്തിൽ അജ്ഞരാണ്. ആത്മാവ് ബന്ധനത്തിലാണെന്ന് അധികം പേര് അറിയുന്നില്ല. പാപം വരുന്നുണ്ടോ? ഉണ്ടെന്നറിയാം. പക്ഷെ അതുകൊണ്ട് പിശാചിൻ്റെ ബന്ധനമാണ് എൻ്റെ ഹൃദയത്തിലെന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, സങ്കടമാണ്. എല്ലാ സൗകര്യങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വേദപുസ്തകമുണ്ട്, കൂട്ടായ്മകളുണ്ട്, വനസൂഷകളുണ്ട്, ദേവാലയങ്ങളുണ്ട്. ആത്മീയമായി ഒരു മനുഷ്യൻ അവൻ്റെ ബന്ധനം അഴിക്കാനുള്ള എല്ലാം നമുക്കുണ്ടായിട്ടും നമ്മൾ ഇന്നും ബന്ധനത്തിൽ കഴിയുന്നു. നമ്മുടെ കണ്ണ് ഇന്നും കുരുട്ടാണ്. നമ്മുടെ കണ്ണ് ഇന്നും ലോകത്തിലേക്കാണ്. നമ്മുടെ കണ്ണ് ഇപ്പോഴും ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ തേടി പോവുകയാണ്. നമ്മുടെ കണ്ണ് എപ്പോഴും ഈ ലോകത്തിലെ മറ്റുള്ളവരിൽ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ എനിക്കും ജീവിക്കണമെന്ന ചിന്താഗതിയാണ് വരുന്നത് മുഴുവനും. പക്ഷേ ആത്മാവിൻ്റെ കണ്ണ് തുറന്നു കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വളരെ ഗൗരവമാണ്. അത് വളരെ സുന്ദരമായൊരു ജീവിതമാണ്. ആത്മാവിൻ്റെ കണ്ണ് തുറന്നു കിട്ടുക. ആത്മാവിൻ്റെ കണ്ണ് തുറന്നു കിട്ടുമ്പോൾ 2 കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന്,
എൻ്റെ ശരിയായ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? ഞാനിപ്പോൾ ആരുടെ നുകത്തിന് കീഴിൽ കഴിയുന്നു? ആരാണ് എന്നെ ഇന്ന് ഭരിക്കുന്നത്? എൻ്റെ ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? അത് പിശാചാണോ അതോ ദൈവാത്മാവാണോ? വളരെ കൃത്യമാണ്, വ്യക്തമാണ്. നമുക്ക് തന്നെ ചിന്തിച്ചാൽ കണ്ടെത്താൻ പറ്റും. നമ്മുടെ ചിന്തകൾ, നാം അറിയാതെ തന്നെ നമ്മുടെ ചിന്തകൾ എങ്ങോട്ട് പോകുന്നു? ലോകത്തിലേക്കല്ലേ? ഈ ലോകകാര്യത്തിനകത്തല്ലേ? ഭാരവിഷയങ്ങളിലല്ലേ? രോഗകാര്യത്തിലല്ലേ? കടബാധ്യതയിലല്ലേ? എന്നെങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാൻ നേരം ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ദൈനംദിന ജീവിത തിരക്കിനിടയ്ക്ക് ആത്മാവിൻ്റെ കാര്യമൊന്നും ഒരു വിഷയമല്ല. ആരെ കണ്ടാലും നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നു, സമാധാനമായിട്ട് ജീവിക്കുന്നു. അവരുടെ ആത്മാവിൻ്റെ കാര്യമൊന്നും ഒരു വിഷയമല്ല അവർക്ക്. എന്താ പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ കണ്ണ് തുറന്നു കിട്ടിയിട്ടില്ല. ആ കുരുടന് മനസ്സിലായി അവൻ്റെ കണ്ണ് കുരുടാണ്. മറ്റുള്ളവരെ പോലെ അല്ല, എൻ്റെ കണ്ണ് കുരുടാണ്, എനിക്ക് പരിമിതികളുണ്ട്, ഈ ലോകത്ത് മറ്റുള്ളവർ ജീവിക്കുന്നത് എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല. അവന് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു, അവന് ആശ്രയം ഉണ്ടായിരുന്നു, അവന് നിലവിളി ഉണ്ടായിരുന്നു. അവൻ വിടാതെ യേശുവിൻ്റെ പിന്നാലെ നിന്നുകൊണ്ട് അവൻ ആ കാര്യം നേടിയെടുത്തു. ഈ തീഷ്ണത ഇന്നത്തെ കാലത്ത് നമുക്കുണ്ടോ? നമുക്ക് കൂട്ടായ്മകളൊക്കെ ഉണ്ട്, വനസൂക്ഷികളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷെ എൻ്റെ യഥാർത്ഥമായ അവസ്ഥ, സ്വർഗത്തിലെ ദൈവം എങ്ങനെ എന്നെ കാണുന്നുവോ അതുപോലെ തന്നെ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ആ സ്നേഹം, കാൽവറി ക്രൂശിൽ പെടഞ്ഞു മരിച്ച സ്നേഹം, എനിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഒന്നും നോക്കണ്ട, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ സ്നേഹം, എന്നെ സ്വർഗത്തിലാക്കാൻ അധ്വാനിക്കുന്ന പിതാവും പുത്രനും, എന്നെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, കൂട്ടുകാരന് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. ആ സ്നേഹമാണ് യേശു കാണിച്ചത്, ജീവൻ തന്നുള്ള സ്നേഹം. ഈ സ്നേഹം എത്ര പേർ കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ജീവിത തിരക്കിനിടയ്ക്ക് നമ്മളിത് കാണുന്നുണ്ടോ? ബാലനായിരുന്നു, യൗവനക്കാരനായി, മധ്യവയസ്കനായി, ഇത് ആ പ്രായത്തിൻ്റെ അവസാന കാലത്തേക്ക് എത്തിയിട്ടെങ്കിലും ഈ സ്നേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ആ സ്നേഹം കണ്ടെത്താൻ പറ്റാത്തവർക്ക് എങ്ങനെ അവരുടെ ബന്ധനം അഴിക്കാൻ പറ്റും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി, ആയുസ് വളരെ ചുരുക്കമാണ്. പഴയ കാലത്തെ വിശുദ്ധന്മാരുടെ നിലവാരത്തിലേക്കൊന്നും നമുക്ക് ആയുസ് കിട്ടുകയില്ല. ചുരുങ്ങിയ കാലം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് കിട്ടണ്ടേ? അതിനുവേണ്ടി അധ്വാനിക്കണ്ടേ? അതിനുവേണ്ടി കാത്തിരിക്കണ്ടേ? ദൈവത്തിന് സ്തോത്രം. കുരുടൻ്റെ കണ്ണ് തുറന്നു കിട്ടി, നമ്മുടെ കണ്ണോ? ഓരോരുത്തരും ചിന്തിക്കുക. മൂന്നാമത്തെ കാര്യമാണ്, 4 പേരുടെ വിശ്വാസം കൊണ്ട് പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. പുരയുടെ മേൽക്കൂരയൊക്കെ പൊളിച്ച് അവനെ താഴോട്ട് ഇറക്കിക്കൊണ്ടു വന്നു. കാര്യം സൗഖ്യം കിട്ടണമെന്നുള്ളതാണ് വിഷയം. അവർക്ക് വിശ്വാസമുണ്ട്, യേശുവിൻ്റെ മുമ്പിൽ ഈ രോഗിയെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ സൗഖ്യം കിട്ടും. അതിനുള്ള യാതൊരു മാർഗ്ഗവും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പെരയുടെ മുകളിലും മച്ചൊക്കെ പൊളിച്ച് താഴോട്ട് ഇറക്കിക്കൊണ്ട് വന്നത്. കർത്താവ് ആ രോഗിയെ നോക്കിയിട്ട് പറയുന്ന, ആ പരിസരത്തോട് നോക്കിയിട്ട് പറയുകയാണ്, ഇവൻ്റെ രോഗബന്ധനങ്ങൾ അഴിച്ചിരിക്കുന്നു, പാപം ക്ഷമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ 4 പേരുടെ വിശ്വാസം കണ്ട് ആ തളവാരോധി എഴുന്നേറ്റും. അവൻ്റെ വിശ്വാസമോ അവൻ്റെ പാപമോ ഒന്നും അല്ല അവിടെ പറയുന്നത്. അവൻ്റെ പാപമുണ്ട്, അവൻ്റെ ബന്ധനമുണ്ട്. അവൻ്റെ പാപത്തിൻ്റെ ബന്ധനം കൊണ്ട് പിശാച് അവനെ തളവാതരോഗിയാക്കി മാറ്റി. അതാണ് ആ കേസിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവ് കാണുന്ന 2 കാര്യമാണ്. ഒന്ന്, അവൻ്റെ ഈ രോഗത്തിൻ്റെ കാരണം അവൻ്റെ ബന്ധനമാണ്, അവൻ്റെ പാപമാണ്. വ്യക്തമായിട്ട് അവന് മനസ്സിലാക്കി കൊടുത്തു. അനേകമായ പാപങ്ങൾ അവനെ ക്ഷമിച്ചു കൊടുത്തു. പാപം ക്ഷമിച്ചു കൊടുക്കുന്ന ആർക്കൊരു വിഷയമല്ല, കാരണം അത് കാണാൻ പറ്റാത്തൊരു കാര്യമാണ്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അവരുടെ 4 പേരുടെ വിശ്വാസത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഏത് രോഗത്തിൻ്റെ പിന്നിലും പാപമുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. എല്ലാ രോഗത്തിൻ്റെയും പിന്നിൽ പാപമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയാൻ പാടില്ലെങ്കിലും ഞാൻ നോക്കുന്നൊരു കാര്യമുണ്ട്. എന്ത് നിസ്സാരവും ഗൗരവമായ കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും അതിൻ്റെ പിന്നിൽ പിശാചിന് ഞാൻ ഇടം കൊടുത്തിട്ടുണ്ടോ? അതിൻ്റെ പിന്നിൽ ക്ഷമിക്കപ്പെടാത്ത ഏതെങ്കിലും പാപമുണ്ടോ? പിശാച് അവകാശം പറഞ്ഞ് എന്നെ തട്ടാൻ നോക്കുകയാണോ? എന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണോ? അത് രോഗമായിരിക്കാം, ആപത്തായിരിക്കണം, എന്തുമായിക്കോട്ടെ. പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നോ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ ആ മനുഷ്യൻ്റെ രോഗബന്ധനങ്ങൾ അഴിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നാളുകളായി ക്ഷമിക്കപ്പെടാത്ത പാപം എൻ്റെ ജീവിതത്തിൽ കിടപ്പുണ്ടോ? നാളുകളായി ബന്ധനം എൻ്റെ ജീവിതത്തിൽ കിടപ്പുണ്ടോ? നാളുകളായി പ്രിയപ്പെട്ടവരെ
പിശാച് അവകാശം പറയുന്നത് കൊണ്ടാണ് ഇതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാൻ കഴിയും. നമ്മൾ ബന്ധനത്തിൽ കിടക്കുകയാണെങ്കിൽ, നമ്മൾ ആത്മാവിൽ ജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും സാധിക്കും. പാപം ക്ഷമിച്ച് കിട്ടുന്ന വിശ്വാസം, നിലവിളിച്ചാൽ കണ്ണ് തുറന്ന് കിട്ടുന്ന വിശ്വാസം, തൊട്ടാൽ രോഗം മാറുന്ന വിശ്വാസം. ഇനി ഒരു കാര്യം കൂടെ പറയാം. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യം, ഒരു പ്രമാണിയുടെ മകള് രോഗം ബാധിച്ചു കിടന്നു. ആ പ്രമാണി ഓടി കർത്താവിൻ്റെ അടുത്ത് വന്നു. മരിച്ചു എന്നാണ് പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആരെങ്കിലും യേശുവിൻ്റെ അടുത്ത് ചെല്ലുമോ? അന്നൊന്നും അതിനു മുമ്പ് അങ്ങനെ സംഭവമൊന്നും നടന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ ആ മനുഷ്യനൊരു വിശ്വാസം തോന്നി. യേശുവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തള്ളിക്കളയില്ല. യേശു പറയുന്നൊരു കാര്യമുണ്ട്, മരിച്ചിട്ടില്ല, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുക എന്നാണ് പറഞ്ഞത്. അപ്പം മരണത്തെ ഉറക്കമായിട്ട് മാറി. മുറിയിൽ ചെന്നപ്പോൾ ഉറക്കം ജീവനായിട്ട് മാറി. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരു വെറും വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവ് മരിച്ചിരിക്കുകയാണെന്ന് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? നമ്മളിങ്ങനെ ജീവിച്ചങ്ങ് പോവുകയാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ബാലനായിരുന്ന കാലം ഞാൻ ഓർക്കാറുണ്ട്, യൗവനക്കാരനായിരുന്ന കാലങ്ങൾ സങ്കടത്തോടെ ഞാൻ ഓർക്കാറുണ്ട്. ദൈവത്തെ ദുഃഖിപ്പിച്ചും വേദനിപ്പിച്ചും ദൈവത്തെ മുറിവേൽപ്പിച്ചും ദൈവത്തെ മറന്നുപോയൊരു കാലമുണ്ട്. പക്ഷേ എൻ്റെ ദൈവം അതെല്ലാം ക്ഷമിച്ച് തന്നിട്ട് എനിക്കൊരു മാനസാന്തരം തന്നു. എൻ്റെ യൗവനകാലം ഞാൻ നോക്കുന്നുണ്ട്, മാനസാന്തരപ്പെട്ട ശേഷമുള്ള ആദ്യ സ്നേഹത്തിൻ്റെ കാലം ഞാൻ ഓർക്കുന്നുണ്ട്, വിവാഹം കഴിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബമായി ഞാൻ ഓർക്കുന്നുണ്ട്, വീട് പണിയുന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, മക്കളെ പഠിപ്പിക്കുന്ന കാര്യം ഓർക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ എന്തെല്ലാം സംഭവങ്ങൾ! എൻ്റെ ദൈവത്തിന് സ്തോത്രം. വിട്ടുമാറാ നിന്ന ഒരു സ്നേഹത്തെ ഞാൻ കാണുകയാണ്. സ്തോത്രം. കാരണം ഞാൻ ഏകനാണ്. നാട്ടുകാരില്ല, വീട്ടുകാരില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ആരും തന്നെയില്ല. ഏകനായി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ. സ്വർഗരാജ്യത്തിൽ എത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കോലഞ്ചേരി ദേശത്തേക്ക് വന്നത്. ഞാൻ പഠിച്ചൊക്കെ തിരുവനന്തപുരത്താണ്, എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. പക്ഷേ എനിക്ക് ഒരു അതിസ്നേഹം കിട്ടിയപ്പോൾ, ഒരു മാനസാന്തരം കിട്ടിയപ്പോൾ, അത് നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ ചിന്താകുഴപ്പമായിരുന്നു. അതിസ്നേഹം കിട്ടിയ ശരിയാണ്, പക്ഷെ നിലനിൽക്കണ്ടേ? അതിൻ്റെ ഒരു കൂട്ടായ്മ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ കോലഞ്ചേരി ദേശത്തേക്ക് വന്നത്. ഒരു ബാഗും പിടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. വേറൊന്നും ഉണ്ടായിരുന്നില്ല, ആരോരുമില്ലാത്തവനായി വന്നു. പക്ഷേ ഒരിക്കലും എനിക്കൊരു ഏകാന്തത തോന്നിയിട്ടില്ല. പാപത്തോട് മല്ലടിക്കാൻ ഏറെ അധ്വാനിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് നിരാശ വന്നിട്ടുണ്ട്, ഭാരങ്ങൾ വന്നിട്ടുണ്ട്. വേറൊരു കാര്യത്തിനും വേണ്ടിയല്ല, എൻ്റെ പാപം മാറുന്നില്ലല്ലോ എന്നുള്ള സങ്കടം എൻ്റെ ഉള്ളിൽ വന്നു. അത്രമാത്രം പാപത്തിൻ്റെ അടിമനൂത്തിൽ കിടന്നൊരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ തോന്നി. ആ കാലഘട്ടം എല്ലാം നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ, പിന്മാറാതെ ചേർന്ന് നിൽക്കാനുള്ള കൃപ തന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരിഹാരം എൻ്റെ ദൈവം എനിക്ക് തരും. സ്തോത്രം. ഞാൻ ആത്മാർത്ഥയോടല്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവെ, ബന്ധനം മുറുകിയിരിക്കുകയാണ്, അധികം നാളൊന്നും ചിലപ്പോൾ കാണുകയില്ല, എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകണമല്ലോ, എനിക്ക് നിന്നെ സ്നേഹിക്കണമല്ലോ എന്നുള്ള ദാഹമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. മരണം വഴി മാറിപ്പോയി. ആത്മാവിൻ്റെ മരണം. പിശാച് നിയന്ത്രിക്കുന്ന ഒരു ജീവിതം, പിശാച് പാപം ചെയ്യിപ്പിക്കുന്ന ജീവിതം, പിശാച് നിരാശ കൊണ്ടുതരുന്ന ഒരു ജീവിതം, ആത്മാവ് മരിച്ചു കിടക്കുന്ന ജീവിതം, യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത രീതിയിൽ പല പല ബന്ധനങ്ങൾ കൊണ്ട് തല പൊക്കാൻ വയ്യാതെ പാപത്തിൻ്റെ മുമ്പിൽ, പരീക്ഷയുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടിയൊരു കാലം എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്കറിയാം ഞാൻ എന്നെ ജയിക്കാൻ എന്തെല്ലാം അധ്വാനിച്ചെന്നറിയാം. പക്ഷെ അത് ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. എന്നാൽ എൻ്റെ യേശു പറയുകയാണ്, മരണത്തിൻ്റെ മുമ്പിൽ യേശു പറയാണ് അത് ഉറക്കമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഉറങ്ങല്ല, ബാല എഴുന്നേറ്റു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്നും പ്രിയപ്പെട്ടവരെ, എത്ര മരിച്ചു കിടക്കുന്ന ഈ ആത്മാവിനെയും ജീവിപ്പിക്കാൻ യേശു ക്രിസ്തു അന്നത്തെ പോലെ ഇന്നുമുണ്ട്. ആത്മാവിൻ്റെ കണ്ണു തുറന്ന് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. ആര് വിളിച്ചാലും വരും, എപ്പോൾ വിളിച്ചാലും വരും, ഏത് സമയത്ത് വിളിച്ചാലും വരും. മരണം എവിടെയുണ്ടോ അവൻ വന്ന് ജീവൻ, മരണത്തെ മാറ്റി ജീവൻ തരുന്ന യേശു ക്രിസ്തു നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രസക്തമായ കാര്യം. ഏത് മനുഷ്യൻ്റെ ഏത് പ്രശ്നമായിക്കോട്ടെ, ഗുരുതരമായ പ്രശ്നമായിക്കോട്ടെ, എത്ര ബന്ധനമായിക്കോട്ടെ, എത്ര പഴകിയതായിക്കോട്ടെ, ആർക്കും തൊടാൻ വയ്യാത്ത കേസ് ആയിക്കോട്ടെ, ഭൂതം ബാധിച്ചു കൊള്ളട്ടെ, സാരമില്ല. കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നിന്റെ മരണം മാറ്റുവാൻ, നിന്റെ ബന്ധനം അഴിക്കുവാൻ, പിശാചിൻ്റെ ആ വലിയ ആ നിയന്ത്രണം നിന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു ദൈവമായി തീർക്കാൻ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വീണ്ടും പറഞ്ഞു, ലാസറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ലാസർ മരിച്ചു എന്നുള്ള വിവരം നേരത്തെ കിട്ടി. യേശു ഒരു 3 ദിവസം വൈകിട്ടാണ് ലാസറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ പറയുന്നുണ്ട്,
വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വം കാണാനാണ് പറയുന്നത്. യേശുക്രിസ്തു ഉണ്ട്, ലാസർ മരിച്ചുപോയി. പക്ഷെ ആ ലാസർ മരിച്ചുപോയ വിവരം സങ്കടത്തോടെ മാർത്ത പറയുമ്പോഴും ആ മാർത്തയോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ എത്ര ലേറ്റായി എന്നുള്ളതല്ല വിഷയം. ഞാനുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്, നിങ്ങളുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാണ്. അവിടെയും ലാസർ മരിച്ചു കഴിയുമ്പോൾ ശിഷ്യന്മാരോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, ലാസർ ഉറങ്ങുകയെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെയും കർത്താവ് പറയാണ്, നീ വിശ്വസിച്ചാൽ ലാസർ ഉയർത്തെഴുന്നേൽക്കും, മഹത്വം കാണുമെന്നാണ് പറഞ്ഞത്. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ തീഷ്ണത എന്ന് പറഞ്ഞത് അത്ഭുതം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ഇത് തന്നെയാണ്. എത്രയോ പേര് ആത്മാവിൽ മരിച്ചു കിടക്കുന്നു. ഈ യേശുവിനെ ഒന്ന് വിശ്വസിച്ചാൽ പോരെ? ബന്ധനം അഴിച്ചു തരില്ലേ? സ്നേഹം തരികയില്ലേ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അനേകർക്കതൊരു വിഷയമല്ല. ആത്മാവിൻ്റെ കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. പാപം നിൽക്കുന്നുവെന്ന് അറിയാം, പക്ഷേ പാപത്തിൻ്റെ മേൽ കത്തിവെക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. അപ്പനും അമ്മയും തന്ന സ്വഭാവം അതുപോലെ നിൽക്കുന്നു. ഞാൻ സങ്കടത്തോടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൻ്റെയും അമ്മയുടെയും ആ ജീൻസിൽ നിന്ന് വന്നിരിക്കുന്ന സ്വഭാവം ഇന്ന് നിൽക്കുന്നു. നിർബന്ധങ്ങൾ, കർശന സ്വഭാവങ്ങൾ, വ്യാജങ്ങൾ, കൗശലങ്ങൾ, മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്ന സംസാരങ്ങൾ, പിടിവാശികൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നിൽക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് ദൈവാത്മാവിൻ്റെ സ്വഭാവമാണോ? ഇത് അറിഞ്ഞിട്ടും അതിൽ കത്തിവെക്കാൻ മനസ്സിലാത്തവർ ഇന്ന് അനേകരുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, കർത്താൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മരണക്കിടക്കയിൽ ശത്രു അവകാശം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ യേശുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ട് മരണം വഴിമാറിപ്പോകുന്ന വിശ്വാസമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം പോലും വിശ്വാസത്താലാണ്. നമ്മുടെ ഹൃദയം പല രീതിയിൽ ബന്ധനത്തിലാണെങ്കിലും, ആഴമേറിയ ബന്ധനങ്ങളുണ്ടെങ്കിലും, നമുക്ക് പോലും അറിയാൻ പാടില്ലാത്ത പല ബന്ധനങ്ങളുണ്ടെങ്കിലും, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. നമ്മുടെ ബന്ധനങ്ങൾ നാം ഉറങ്ങുമ്പോൾ പോലും ദൈവത്തോട് ഈ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് വിശ്വാസമാണ്. എനിക്ക് എന്തെല്ലാം ബന്ധനമുണ്ടെങ്കിലും, ഞാൻ അറിയാത്ത ബന്ധനമുണ്ടെങ്കിലും, ആ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എൻ്റെ വേരുകൾ ഉണ്ടെങ്കിലും വേരോടെ പിഴുത് കടലിലേക്ക് പോകാൻ പറയുന്ന ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കതിനുള്ള തീഷ്ണത ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് അത്യാവശ്യബോധം വന്നാൽ മാത്രം മതി. നമുക്ക് ബന്ധനമുണ്ടെന്ന് നമ്മളൊന്ന് അറിഞ്ഞാൽ മതി. നമ്മുടെ ബന്ധനം വലുതാണെന്ന് അറിഞ്ഞാൽ മതി. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അല്ലാതെ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാലല്ലാതെ ഈ ബന്ധനം അഴിയില്ലെന്നുള്ള വ്യക്തമായ ബോധ്യം വന്നാൽ നാം അങ്ങ് ചെല്ലും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അനേകർക്ക് വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് ഗൗരവമില്ല. ലോകമാണ് അവരുടെ വിഷയം, പണമാണ് അവരുടെ വിഷയം, ലോകത്തിലെ സുഖ സൗകര്യങ്ങളാണ് വിഷയം, സ്ഥാനമാനങ്ങളാണ് വിഷയം, പ്രവർത്തനമാണ് വിഷയം. ദൈവത്തിനു വേണ്ടി ഓടികിടന്ന് പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. പക്ഷെ ശുദ്ധീകരണം പ്രാപിക്കാൻ, അടങ്ങിയിരുന്ന് ശുദ്ധീകരണം പ്രാപിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പ്രിയരെ, വേലകളെല്ലാം ശുദ്ധീകരണത്തിൽ കൂടെയാണ് നടക്കേണ്ടത്. എല്ലാം ശുദ്ധീകരണമാണ് ഒന്നാം സ്ഥാനം. ആ ശുദ്ധീകരണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വേല ദൈവം തരുന്നുണ്ടെങ്കിൽ അതും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വേല ദൈവാത്മാവാണ് ചെയ്യേണ്ടത്, മനുഷ്യനല്ല. മനുഷ്യൻ്റെ കഴിവല്ല, മനുഷ്യൻ്റെ ബുദ്ധിയല്ല, മനുഷ്യൻ്റെ ലോകപരിജ്ഞാനമല്ല. ദൈവാത്മാവിലല്ലാതെ ഒരു വേലയുമില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിലേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ വേല നടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം പൂർണ്ണമായും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. വലിയൊരു അറിവാണ് എനിക്ക് കിട്ടിയത്. ശുദ്ധീകരണം പോലും വിശ്വാസത്താലാണ്. ഹൃദയ ശുദ്ധീകരണം, ദൈവത്തിലുള്ള വിശ്വാസം, ആത്മാവിലുള്ള വിശ്വാസം, രക്തത്തിലുള്ള വിശ്വാസം, കാത്തിരുന്നാൽ ദൈവം പ്രവർത്തിക്കുന്നുള്ള വിശ്വാസം, എനിക്കൊരു പൂർണ്ണ വിശുദ്ധനായി തീരാൻ പറ്റുമെന്നുള്ള വിശ്വാസം, എനിക്ക് ദൈവത്തോടു കൂടി നടക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള വിശ്വാസം, അവൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം, ദൈവ സാന്നിധ്യം എനിക്ക് തരുമെന്നുള്ള വിശ്വാസം, എന്തെല്ലാം ബന്ധനമുണ്ടെങ്കിലും സുന്ദരമായൊരു ജീവിതം എനിക്കുണ്ടെന്നുള്ള ഒരു വിശ്വാസം. പ്രിയരെ, എല്ലാം അതിൻ്റെ മുമ്പിൽ ചപ്പന്നും ചവറന്ന് വേണ്ടുന്നൊരു വിശ്വാസം. നമുക്കറിയാം അപ്പോസ്തലൻ ജീവിച്ചൊരു ജീവിതം. അനേകർ ചോദിക്കുന്നു, അപ്പോസ്തലൻ അതിനുള്ള കൃപയൊക്കെ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വിളിയൊന്നും അങ്ങനെയല്ല. എൻ്റെ പ്രിയരെ, ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിനകത്ത് ആർക്കും ഒരു വ്യത്യാസമില്ല. വേലയ്ക്ക് വ്യത്യാസം കാണും, പക്ഷെ ശുദ്ധീകരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ
കാണുകയില്ല. അതെന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. നാം ഇവിടുന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വെളിച്ചത്തിൽ കടന്നു പോകാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അനേക വാസസ്ഥലങ്ങളുണ്ട്. എല്ലാവർക്കും ഒന്നു തന്നെയാണോ കിട്ടുന്നത്? അല്ല പ്രിയരെ. വെളിച്ചത്തിൽ കടന്നു പോയെന്നവരെ അവർ വെളിച്ചത്തിൽ ജീവനിൽ കടന്നു എന്നുള്ളത് ശരിയാണ്. ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ അവർക്ക് കർത്താവിനെ കാണാൻ പറ്റുകയില്ല. അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ ആയുസ്സൻ പാഴാക്കി കളഞ്ഞല്ലോ. ലോകത്തിനു വേണ്ടി എൻ്റെ ആയുസ്സൻ പാഴാക്കി കളഞ്ഞു. കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി എൻ്റെ ആയുസ്സൻ പാഴാക്കി കളഞ്ഞു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എൻ്റെ ആയുസ്സൻ പാഴാക്കി കളഞ്ഞു. അയ്യോ, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ള പല്ലുകടിയും കരച്ചിലും സ്വർഗത്തിലുമുണ്ട്, നരകത്തിലുമുണ്ട്. ആയുസ് പാഴാക്കളഞ്ഞതിനെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, സങ്കടപ്പെടുന്നൊരു കാലം വരുന്നതിന് മുമ്പ് ഇന്ന് സുപ്രസാദ കാലമാണ്. ഇന്ന് കർത്താവിനെ കണ്ടെത്തുക, അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക, എല്ലാം വലിച്ചെറിയും. ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ. കർത്താവിന് വേണ്ടി എന്തൊക്കെ വേണ്ടാന്ന് വെച്ചോ അതൊക്കെ എനിക്ക് 100 മടങ്ങ് ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും നഷ്ടമായിരുന്നില്ല. നീ എൻ്റെ പിന്നാലെ വന്നു എന്നുള്ളതുകൊണ്ട് ലോകത്തിന് മുമ്പിൽ നിന്നാപാത്രമാകാൻ ഞാൻ സമ്മതിക്കില്ലെന്നൊരിക്കലും എന്നോട് ദൈവം പറഞ്ഞു. നീ ഒന്നുമില്ലാത്തതിനായിട്ട് ഇവിടെ വന്നു, ഈ പരദേശമായിട്ട് ഇവിടെ വന്ന് പാർത്തു. അതുകൊണ്ട് നിനക്ക് ലോകപ്രകാരം, ജനങ്ങൾ നോക്കുന്ന ലോകത്തിലെ കാര്യമാണല്ലോ, ആത്മാവിൻ്റെ കാര്യമൊന്നും അല്ലല്ലോ. ലോകപ്രകാരം പോലും ഞാൻ നിന്നെ ഉയർത്തിപ്പിടിക്കും. എനിക്കെന്നുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ദൈവം തന്നതാണ്. ഞാനൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും അല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിന് മനോഹരമായ വാക്യമുണ്ട്. അനേകരെ സുവിശേഷ വേലക്കാരെടുത്ത് ഉപയോഗിക്കുന്നൊരു വാക്കാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത് വളരെ മനോഹരമായൊരു കാര്യമാണ്. രക്ഷ വ്യക്തിപരമാണ്. അത് ഓരോ മനുഷ്യൻ നേടിയെടുക്കേണ്ട കാര്യമാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. പക്ഷേ ദൈവത്തിനൊരു പ്ലാനുണ്ട്. നിൻ്റെ കുടുംബത്തെ കൂടെ രക്ഷിക്കാൻ ദൈവത്തിന് പരിപാടിയുണ്ട്. ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു. എനിക്കൊരു ഭാര്യയെ തന്നിട്ടുണ്ട്, 2 മക്കളെ തന്നിട്ടുണ്ട്, 2 മരുമക്കളെ തന്നിട്ടുണ്ട്, 3 കൊച്ചുമക്കളെ തന്നിട്ടുണ്ട്. എനിക്ക് സഹോദരിമാരുണ്ട്. അവർ കൂട്ടായ്മയോട് ചേർന്ന് വരുന്നില്ല, ശരിയാണ്. പക്ഷെ ഉത്തരവാദിത്തം എൻ്റെ തലമേലാണ്. ഞാൻ നിൽക്കേണ്ടത് എൻ്റെ നിർബന്ധമാണ്, അല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിർബന്ധമാണ്. ഞാൻ ദൈവസേനയിൽ പ്രസാദയോഗ്യമായി നിന്നാൽ എൻ്റെ പ്രാർത്ഥന ദൈവസേനയിൽ വിലയുള്ളതാണ്. ഈ ആത്മാക്കൾക്ക് വേണ്ടി കരയാൻ ആരുണ്ട്? കുടുംബത്തെ രക്ഷിക്കാൻ. ഒരുപക്ഷെ കുടുംബത്തിലുള്ളവർക്കൊന്നും വ്യക്തിപരമായ രക്ഷയോ അല്ലെങ്കിൽ മാനസാന്തരമോ കിട്ടിയിട്ടില്ലായിരിക്കാം. എന്നാൽ അവരുടെ കാര്യം നിൻ്റെ തലമേലായിരിക്കുന്നത്. ഞാൻ കടന്നു ചെല്ലുമ്പോൾ ദൈവം എന്നോട് ചോദിക്കും, മകനെ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞാൻ അവരുടെ ആത്മാവിനെ വീണ്ടെടുക്കില്ലായിരുന്നോ? എന്തു പറയാൻ പറ്റും? നമ്മളവരെ കുറ്റം വെച്ചിട്ട് കാര്യമില്ല. അവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് നല്ല കൃപ ലഭിച്ചിട്ടില്ലായിരിക്കാം. എനിക്കറിയാൻ പാടില്ല. അവരത് ഗൗരവമായിട്ട് കാണുന്നില്ലായിരിക്കാം. പക്ഷെ നിന്റെ പ്രാർത്ഥന വിലപ്പെട്ട ഒരു കാര്യമാണ്. നിന്റെ പ്രാർത്ഥന ദൈവം കൊതിക്കുന്നു. ഒരു മനുഷ്യനെ ഇത്രയും നാൾ ദൈവം അധ്വാനിച്ച് അവന് വീണ്ടെടുപ്പ് കൊടുത്ത്, അവന് ശുദ്ധീകരണം കൊടുത്ത്, ആത്മാവിനെ കൊടുത്ത്, അവനെ ഈ കാണേണ്ട വഴി കൂടെ എല്ലാം തെറ്റുപറ്റാതെ അവനെ നടത്തുന്ന എന്തിനു വേണ്ടിയാണ്? അവൻ്റെ നിൽപ്പാണ് ദൈവത്തിന് പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ വിശ്വാസമാണ്, അവൻ്റെ പ്രാർത്ഥനയാണ് വിലയുള്ളത്. എൻ്റെ പ്രിയ സഹോദരനെ, ദൈവം വലിയവയ്ക്കായി നമ്മൾ വിളിച്ചിരിക്കുന്നു. നിൻ്റെ വിശ്വാസം അത് പ്രാവർത്തികമാകട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, സകല നന്മകളാൽ നിറയ്ക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.